ടോപ്പ് ട്യൂഷൻ്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ഫുൾ ടേം പ്രഗ്നൻസി ഇൻ ഹ്യൂമൻസ്? ഹ്യൂമൻസിൽ ഫുൾ ടേം പ്രഗ്നൻസിൻ്റെ ഡ്യൂറേഷൻ എന്താണ്? ഓപ്ഷൻ എ 200 to 210 days. Option B 210 days to 220 days. Option C 227 to 280 days. Option D 280 to 290 days. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 270 to 280 ഡേയ്സ് ആണ്. അപ്പോൾ ഈ ഒരു പീരീഡിന് ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇത് വന്നിട്ട് 9 monthsന് ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The correct answer is option C 270 to 280 days. This period is also known as the gestation period. It is roughly equal to 9 months. Question: choose the one which is used to observe the growth of the fetus. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നിന്നും ഏതാണ് ഫീറ്റസിൻ്റെ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ അൾട്രാസൗണ്ട് സ്കാൻ, ബി സ്റ്റെതസ്കോപ്പ്, സി ECG, ഡി തെർമോമീറ്റർ. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് എ അൾട്രാസൗണ്ട് ആണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വന്നിട്ട് സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ട് ഫീറ്റസിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബേബിയുടെ ഗ്രോത്തും പൊസിഷനും ഹെൽത്തൊക്കെ മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് എ അൾട്രാസൗണ്ട് സ്കാൻ. ആൻഡ് അൾട്രാസൗണ്ട് സ്കാൻ യൂസസ് സൗണ്ട് വേവ്സ് ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് ദ ഫീറ്റസ്. It helps doctors check the baby's growth, position and health. Question: the fluid-filled sac that surrounds and protects the fetus is dash. അതായത് നമ്മുടെ ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന് ചുറ്റും കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എ അമ്നിയോൺ, ബി പ്ലസൻറ്റ, സി യൂട്രസ്, ഡി ഓവറി. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ പറയുന്നത് അമ്നിയോൺ ആണ്. അപ്പോൾ അമ്നിയോൺ എന്ന് പറയുന്നത് ഒരു മെമ്പറൈൻ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഫീറ്റസിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് എ അമ്നിയോൺ. Amnion is a membrane that forms a sac around the fetus. This sac is filled with amniotic fluid which cushions and protects the baby. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഇംപ്ലാന്റേഷൻ മീൻസ്. ഇംപ്ലാന്റേഷൻ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ഡിപ്പോസിഷൻ ഓഫ് സ്പേംസ് ഇൻ ദ വെജീന. വെജീനയിൽ സ്പേംസിൻ്റെ ഡിപ്പോസിഷൻ. ബി ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ടു ദ എൻഡോമെട്രിയം ആൻഡ് ഗ്രോസ്. ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഗ്രോ ചെയ്യുന്നു. സി ദ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ദ ഓവം. ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷൻ. ഡി സർജിക്കൽ റിമൂവൽ ഓഫ് ദ ബേബി. ബേബീനെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ബി ആണ്. അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ടു ദ എൻഡോമെട്രിയം ആൻഡ് ഗ്രോസ് ആണ് ഇംപ്ലാന്റേഷൻ പറഞ്ഞാൽ. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് വന്നിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ടാണ് ഡെവലപ്പ് ആവുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എൻഡോമെട്രിയത്തിൽ എൻ്റർ ആവുകയും അവിടെ വെച്ചിട്ടാണ് ബേബി ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. The correct answer is B, blastocyst attached to the endometrium and grows. After fertilization, the zygote develops into a blastocyst. The blastocyst then burrows into the lining of the uterus, that is endometrium, to start growing. Question: the illustration given below shows a surgical procedure that men can adopt for contraception. ഇപ്പോൾ താഴെ ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലിസ്ട്രേഷനിൽ കാണിക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഇത് വന്നിട്ട് കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ട് മെന്നിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ആൻസർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻ മെയിൽസ്. അപ്പോൾ മെയിൽസിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് പറയുന്നത് വാസക്ടോമി ആണ്. ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഷോൺ ഈസ് വാസക്ടോമി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. How is contraception possible through this surgery? ഈ ഒരു സർജറിയിലൂടെ എങ്ങനെയാണ് കോൺട്രാസെപ്ഷൻ പോസിബിൾ ആവുന്നത്?
അപ്പോൾ ഈ ഒരു സർജറി വന്നിട്ട് വാസ് ഡിഫറൻസ്, അതായത് സ്പേം ഡക്ട്സിനെ കട്ട് ചെയ്തിട്ട് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് സ്പേമിൻ്റെ പാത്ത് ബ്ലോക്ക് ചെയ്യും. അതിന് റിസൾട്ടായിട്ട് സ്പേമിന് പുറത്തോട്ട് റിലീസ് ആവാൻ പറ്റില്ല. അത് വന്നിട്ട് ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. In this surgery, the vas deferens, that is sperm ducts, are cut or tied. This blocks the path for the sperm. As a result, sperm cannot be released during ejaculation, which prevents fertilization. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: which of the following organisms reproduce by external fertilization? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം താഴെ തന്നിവയിൽ ഏതാണെന്നാണ്. അപ്പോൾ താഴെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്, അതേതൊക്കെയാണെന്ന് നോക്കാം. ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആംഫിബിയൻസ്. ആംഫിബിയൻസ് വന്നിട്ട്, അതായത് ഫ്രോഗ്സ് പോലുള്ള ആംഫിബിയൻസ് വന്നിട്ട് എഗ്സും സ്പേമും ഒക്കെ വാട്ടറിലാണ് റിലീസ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് ഫീമെയിൽസിൻ്റെ ബോഡിൻ്റെ ഔട്ട്സൈഡിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് എ, ആംഫിബിയൻസ്. Amphibians, like frogs, release their eggs and sperm into water. Fertilization happens outside the female's body. Question: first breast milk, first defense. These are the words in the poster released by the Department of Women and Child Development, Government of Kerala. What is your response to the phrases in the poster? അതായത് ഗവൺമെൻറ് ഓഫ് കേരളയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തു. അതിലുള്ള വേർഡ്സ് ആണ് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക്, ഫസ്റ്റ് ഡിഫെൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഫ്രേസിനോട് നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഫ്രേസ് പറയുന്നത് വളരെയധികം കറക്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്. അതായത് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ കൊളസ്ട്രം വന്നിട്ട് ഒരു ബേബിയുടെ ഫസ്റ്റ് വാക്സിനേഷനാണ്. ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്കിൽ വന്നിട്ട് ആൻറ്റിബോഡീസ് റിച്ച് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ന്യൂ ബോണിനെ ഇൻഫെക്ഷൻസിൽ നിന്നും അതുപോലെ ഡിസീസസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുമാത്രമല്ല ഇത് വന്നിട്ട് ബേബിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ദിസ് ഫ്രേസ് ഈസ് വെരി ട്രൂ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് കോൾഡ് കൊളസ്ട്രം ഈസ് ലൈക്ക് ദ ബേബീസ് ഫസ്റ്റ് വാക്സിനേഷൻ. It is rich in antibodies that protect the newborn from infections and diseases. Therefore, it acts as the baby's first line of defense. Subscribe to this channel for more videos like this. Question: what are the factors that reduce fertility in both men and women? മെന്നിലും വിമനിലും ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ മെന്നിലും വിമനിലും ഫെർട്ടിലിറ്റി കുറയാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് സ്മോക്കിങ്, ആൽക്കഹോൾ കൺസപ്ഷൻ, അതുപോലെ ഡ്രഗ് അബ്യൂസ് പോലെയുള്ള അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്. പിന്നെ വരുന്നത് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. അതായത് പൊല്യൂഷനും ടോക്സിനൊക്കെ എക്സ്പോഷർ ചെയ്തുകൊണ്ടും ഇൻഫെർട്ടിലിറ്റി കാരണമാവാം. പിന്നെ വരുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് മൂലവും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഇൻഫ്ലമേഷൻ മൂലവും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Several factors can reduce fertility in both men and women. These include unhealthy lifestyle habits like smoking, alcohol consumption, and drug abuse. Environmental factors like exposure to toxins and pollution also play a role. Sexually transmitted infections and inflammation of reproductive organs can also cause infertility. Question: describe the physical changes of the fetus during each trimester of pregnancy. ഓരോ പ്രഗ്നൻസി ട്രിമസ്റ്ററിലും ഫീറ്റസിൻ്റെ ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പം ആദ്യത്തെ ട്രിമസ്റ്ററിൽ, അതായത് ഫസ്റ്റ് മന്ത് മുതൽ തേർഡ് മന്ത് വരെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ലിംസ്, ഫിംഗേഴ്സ്, ടോസ് ഒക്കെ ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ ട്രിമസ്റ്റർ, അതായത് 4 to 6 monthsലാണ് ഫീറ്റസ് മൂവ് ചെയ്യാൻ തുടങ്ങുക. അതുപോലെ തന്നെ ഹെഡിൽ ഹെയർ ഗ്രോത്തും അതുപോലെ ഐലിഡ്സ് ഒക്കെ ഓപ്പൺ ആവുക. പിന്നെ മൂന്നാമത്തെ ട്രിമസ്റ്റർ ആണ്, അത് വന്നിട്ട് 7 to 9 months ആണ്. അപ്പോൾ ഈ ടൈമിലാണ് ലങ്സ് ഒക്കെ ഫുള്ളി ഡെവലപ്പ് ആവുന്നത്. അതോടൊപ്പം തന്നെ സൈസും വെയിറ്റൊക്കെ കൂടുന്നത്. പിന്നെ ലാസ്റ്റ് ആണ്, അതായത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് ഫീറ്റസ് വന്നിട്ട് ബർത്തിനായിട്ട് പ്രിപ്പയർഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. In the first trimester, 1 to 3 months, the heart starts to beat and limbs, fingers and toes form.
In the second trimester, that is 4 to 6 months, the fetus begins to move, hair grows on its head, and eyelids open. In the third trimester, 7 to 9 months, the lungs fully develop and the body grows rapidly in size and weight. The fetus prepares for birth during this final stage. Question: what are the chief ways to avoid sexually transmitted infections or STIs? Sexually transmitted infections അവോയ്ഡ് ചെയ്യാനുള്ള ചീഫ് വേസ് ഏതൊക്കെയാണ്? ഇപ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ള എഫക്റ്റീവ് വേ പറയുന്നത് സെക്സ് ടൈമിൽ കോണ്ടംസ് യൂസ് ചെയ്യുക എന്നാണ്. പിന്നെ വന്നിട്ട് HPV, ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള STIസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കുക എന്നാണ്. പിന്നെ മൂന്നാമത് വന്നിട്ട് ഒരു ഗുഡ് പേഴ്സണലും ജെനിറ്റൽ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. ഇത് വന്നിട്ട് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും സിംറ്റംസ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The most effective way to practice safe sex, for example, by using condoms. Getting vaccinated against STIs like HPV and hepatitis B is also very important. Maintaining good personal and genital hygiene helps prevent infections. If any symptoms appear, one should seek medical help immediately to prevent spreading the disease. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.